ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് റാഗി പുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇത് അതിനുശേഷം ഞാൻ എടുത്തത് ഒരു അരമുറി തേങ്ങയാണ്, തേങ്ങ തിരികിയതും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്നത് റാഗി പൗഡറാണ്. റാഗി പൗഡർ മാത്രമല്ല, അതിലേക്ക് ഞാൻ അരിപ്പൊടിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലപോലെ തിളപ്പിച്ച വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ചൂടുവെള്ളം ഒന്ന് കലക്കിയ ശേഷം അതിലേക്ക് ഞാൻ റാഗി പൗഡർ ഇട്ടു. റാഗി പൗഡർ മാത്രമായി കഴിയേണ്ട, കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം അത് എൻ്റെ ഒരു പരുവത്തിന് ഞാനങ്ങ് ചേർത്തതാണ്, അളവായിട്ടൊന്നുമില്ല. ഞാനിപ്പം റാഗിയുടെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നാലും അരിപ്പൊടി കുറഞ്ഞും റാഗിപ്പൊടി കൂടിയുള്ള രീതിയിലാണ് ഞാൻ ആഡ് ചെയ്തത്. റാഗി മാത്രം എടുക്കാതെ ഞാൻ ഇതിട്ടത് എനിക്ക് കുറച്ചുകൂടെ അരിപ്പൊടിയും കൂടെ ചേരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റാണ് എനിക്ക് കൂടുതലിഷ്ടം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പുട്ടിൻ്റെ പരുവമാക്കി എടുത്ത് ആവശ്യത്തിനനുസരിച്ച് വെള്ളവും പിന്നെ ചേർത്ത് കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഫുൾ ഇട്ടില്ല, കുറച്ചിട്ട് അടിയിലിങ്ങനെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിൻ്റെ കൂടെ തേങ്ങ തിരികിയതും കൂടി ഇട്ട് തേങ്ങയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പുട്ടിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അത് പുട്ടിൻ്റെ പരുവാകുന്ന കണക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് പുട്ടിൻ്റെ പരുവാക്കി എടുത്തു. അപ്പം വെള്ളം ഇടയ്ക്കിടയ്ക്ക്, കാരണം അടിയിലൊക്കെ മാവ് നനയാതിരിക്കുന്നിടത്തോട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. റാഗി ആയപ്പോൾ കുറച്ചുകൂടി വെള്ളം ആവശ്യമുള്ള പോലെ എനിക്ക് തോന്നി, സാധാ പുട്ടുണ്ടാക്കുന്നതിനെക്കാട്ടിലും. അപ്പം അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് അതിനുശേഷം പുട്ടുകുറ്റിയെടുത്ത് ഞാൻ അടിയിൽ കുറച്ച് തേങ്ങയാണ് ഇട്ടത്. ആദ്യം തേങ്ങ ഇട്ട ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടായിരുന്നു ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ആ ക്യാരറ്റ് ഇട്ടപ്പം അടിയിലിങ്ങനെ ഒരു കളർഫുള്ളായിട്ട് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കുറച്ച് ക്യാരറ്റ് ഇട്ട ശേഷം സാധാ പോലെ പുട്ടുപൊടി അതിലേക്ക് നിറച്ച് കൊടുത്തു. പെട്ടെന്ന് ആവുന്നത് കൊണ്ട് പുട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ഫുഡാണ്. രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമുണ്ട്. അങ്ങനെ അതിപ്പോൾ നിറച്ച് ഞാൻ ആവി കയറ്റാൻ വയ്ക്കുകയാണ്. ആവി കയറ്റി പുട്ട് റെഡിയായി. അപ്പോൾ നല്ല ആവി പറക്കുന്ന പുട്ടാണ്. ഇതാണ് ഞാൻ തേങ്ങയും ക്യാരറ്റും ഇട്ടുകൊണ്ട് ഫ്രണ്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. അതിൻ്റെ ഒരു ലക്കി അപ്പോൾ ജിമ്മിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ ലക്കിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഒരു സ്പെഷ്യൽ പുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ലക്കിക്ക് കൊടുത്തിട്ട് അഭിപ്രായം അറിയാമെന്ന് വിചാരിച്ചു ആദ്യം. അപ്പോൾ ആദ്യത്തെ പുട്ടാണ്, ആദ്യം ഉണ്ടാക്കിയ പുട്ടായത്. ഞങ്ങളാരും കഴിച്ചില്ല. അപ്പോൾ ലക്കിക്ക് കൊടുത്ത്, ലക്കി ഒരുങ്ങിയൊന്നും ഇല്ലല്ലോ, വീഡിയോ എടുക്കുവാണോ എന്ന് ചോദിച്ചത്. എന്നിട്ട് ഓവറായിട്ട് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ കാണിച്ച്. ഞാൻ പറഞ്ഞു നന്നല്ല കഴിച്ചിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ കഴിച്ചിട്ട് കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞിനും കൊടുത്ത്, കുഞ്ഞും കഴിക്കുകയൊക്കെ ചെയ്തു. എല്ലാവർക്കും വീട്ടിലൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. താങ്ക്